അത്യാവശ്യം നല്ല ഷെയ്ഡാണ് കേട്ടോ. ടെസ്റ്റഡാണ്. ലെറ്റ് മീ ട്രൈ. ലിപ് ഗ്ലോസ് ആണ്. ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. പൊതുവെ ഇവിടെ മേക്കപ്പ് ഐറ്റംസിനൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്കൊരു ഓറഞ്ച് ടോൺ വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് വേണം. ഞാനതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. യാ മേ ബി ദിസ് ഗോണ ബി റൈറ്റ്. അങ്ങനത്തെ ഒരു ഞാൻ ഉദ്ദേശിച്ചൊരു ടോണാണ് ഞാൻ ട്രൈ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് ഈ റോസ്മാൻ എന്ന് പറഞ്ഞുള്ളൂ. റോസ്മാൻ ഇങ്ങനത്തെ ഇവിടെയുള്ള മേക്കപ്പ് കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ ഇട്ട് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് എനിക്ക് കുറച്ച് ക്രേസാണ് ഈയിടെയായിട്ട്. അപ്പം വാങ്ങിക്കണം. എനിക്കിവിടെ കുറച്ച് എക്സ്പെൻസീവാണ് മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ. ഐറ്റംസിനൊക്കെ കുറച്ച് പൈസ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പൈസ ആയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഉള്ളത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റോറാണ്. അപ്പം അവിടെ എനിക്ക് നല്ല രീതിക്കൊരു ഹോൾ വീഡിയോ ഒക്കെ പോലെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് എടുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക ചെയ്ത്. അപ്പോൾ ആക്ഷൻ പോയിൻ്റുള്ളവർക്ക് അറിയാമല്ലോ, അറിയാമായിരിക്കും. അപ്പോൾ പോയിൻ്റിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇവിടുത്തെ ലൈക്ക് നമുക്ക് സ്നാക്സ് സാധനങ്ങൾ, വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും. പക്ഷേ പച്ചക്കറി സാധനങ്ങൾ, പാല്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല. അല്ലാത്ത സാധനങ്ങളൊക്കെ പാത്രങ്ങളാണെങ്കിലും അങ്ങനെ മിക്സർ ഗ്രൈൻഡേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. സോ അപ്പം നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്നാക്സ് ആൻഡ് ചോക്ലേറ്റ്സ് ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചോക്ലേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കുറച്ച് അഫോർഡബിൾ. അപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വിദേശത്തു നിന്ന് വരുന്നവർ കൊണ്ടുവരുന്നൊരു പതിവുണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു ബിഗ് ബർഗർ എന്ന് പറഞ്ഞ സാധനം നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ വീഡിയോസിലൊക്കെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഒരു ദിവസം എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പൈസ കണ്ടപ്പോൾ അവിടെ വെച്ചു. വെറുതെ ഇങ്ങനെ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട് വാങ്ങിക്കുന്ന പലതും നല്ലതാവാറില്ല. നോക്കാം, ഒരു ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ചോക്ലേറ്റുകളും സ്നാക്സുകളൊക്കെ ഇങ്ങനെ തപ്പി ആക്ഷൻ്റെ ഓരോരോ മുക്കുമൂലയും നടക്കുകയാണ്. ഈ മിൽക്ക എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഞാൻ ഐ എം നോട്ട് എ സ്വീറ്റ് ലവർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ലവർ ഒന്നുമല്ല. പക്ഷേ മിൽക്കേൻ്റെ എനിക്ക് അതുകൊണ്ട് ഈ ഒരു ക്രഞ്ചി ആയിട്ട് വരുന്ന നട്ട്സൊക്കെ ഉള്ളത്, പിന്നെ ഉള്ളിൽ ക്യാരമലൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇവിടെ അബ്രോഡ് യൂറോപ്പിലൊക്കെ ഉള്ളവർ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് ട്രൈ നോക്കൂ. ഈ ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കര മധുരമാണ്. ഇതിൻ്റെ ലൈക്ക് ബ്ലൂ ഞാൻ എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സോറി, മാറിപ്പോയി. ഞാൻ ഓറഞ്ച് എടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ബ്ലൂ എടുത്തത്, ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര മധുരമാണ്. ഫുൾ കൺഫ്യൂഷൻസ്. അങ്ങനെ പിന്നെ ഈ മാഷ്മെല്ലോസ്, പിന്നെ ജെല്ലീസ്, അതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല ഗൈസ്. കുട്ടികൾക്കൊന്നും അത് വാങ്ങിച്ച് കൊടുക്കരുത്. ഇറ്റ് ഇസ് നോട്ട് ഹെൽത്തി. ഓക്കെ. ആൻഡ് ഈ ഒരു ലിപ്പിലിടുന്ന മാസ്ക് പോലത്തെ സാധനം, ഇതും ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ വിലക്കുറവാണ്. അത് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, എന്നാലും വിലക്കുറവിൽ നമുക്ക് ഫേസ് വാഷ്, ബോഡി ലോഷൻസ്, ബോഡി വാഷ്, ക്രീംസ്, അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഇവിടെ വിലക്കുറവിൽ കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ആകെ എനിക്കൊന്ന് ബോഡി വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ വേറെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചിട്ടില്ല. പൊതുവേ ഞാൻ റോസ്മാൻ അല്ലെങ്കിൽ വേറെ ഷോപ്സിലൊക്കെ പോയിട്ടാണ് വാങ്ങിക്കാറ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പൊതുവേ ഞങ്ങളുടെ റേഷൻ കട എന്ന് പറയുന്നത് ബിദ്രോങ്കി ലിഡിലൊക്കെ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്നാക്സ് ഐറ്റംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് അബ്രോഡിൽ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്നാക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ സ്നാക്സ് അല്ലേ. ചക്ക വറുത്തത്, കപ്പ വറുത്തത്, മിക്സ്ചർ എന്ന് പറയും, നുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ അതൊന്നും കിട്ടില്ല ഗൈസ്. ഇവിടെ കുറേ ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്
ബിസ്ക്കറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഓരോരോ കേക്കുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വീട്ടിലിങ്ങനെ പറയും എനിക്ക് കുറച്ച് സാധനങ്ങൾ സ്നാക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുത്തതും പൊരിച്ചതൊക്കെ നമുക്ക് പൊതുവേ മലയാളികൾക്ക് ഇഷ്ടമാണല്ലോ. ഇവിടെ അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല ഗൈസ്. ഭയങ്കര സങ്കടമാണ്. കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ. ഈ സാധനമില്ലേ, ഈ ഗുളുഗുളു സാധനം, ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ അധികം സംസാരിക്കുന്നുണ്ട് തോന്നുന്നു, പക്ഷേ അത് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ആൾക്കാരൊക്കെ നോക്കുന്നതുകൊണ്ട് എനിക്കൊരു സംസാരിക്കാനൊരു മടിയായി. കാരണം ഇവിടെ ഇതൊന്നും കോമൺ അല്ല, ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഈ വീഡിയോ പോലെ എടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ഇഷ്ടമാവുമോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അധികം നേരം നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലിങ്ങനെ അയ്യോ ഇത് വാങ്ങിക്കാനല്ലോ അത് വാങ്ങിക്കാനല്ലോ എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ താഴോട്ട് പോകാൻ ഇപ്പോൾ പ്രത്യേകിച്ച് എവിടെയും കയറുന്നില്ല. കയറി കഴിഞ്ഞാൽ കയ്യിലെ കാശ് പോവും. എന്നെപ്പോലെ ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കയ്യിലെ കാശ് നിൽക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ ഒരു സ്വഭാവം മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്നും പറയണം. ഇനി എന്താ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ഇവിടെയൊക്കെ ഈ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണം. കുറേ ആയി കണ്ടിട്ട്. ഞാൻ ഈ ഡ്യൂട്ടിക്ക് ഡെയിലി ഷിഫ്റ്റിന് പോകുന്നതുകൊണ്ട് ഒന്നും നടക്കാറില്ല. ഇന്നാണ് ഒന്ന് ഫ്രീ ആയത് സത്യം പറഞ്ഞാൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ 10 മണിയൊക്കെ കഴിയണം എൻ്റെ വർക്ക് കഴിയാൻ. എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് നേരത്തെ കഴിഞ്ഞ് ചെന്നിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ചെന്നിട്ട് അങ്ങനെ കിടന്നിറങ്ങും. ഭയങ്കര ടയർഡാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ വന്നപ്പോൾ ഇരുട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 9 മണിയൊക്കെ ആവാനായി കേട്ടോ. 9 മണിയൊക്കെ ആവണം ഇവിടെ ഇരുട്ടാവാൻ വേണ്ടിയിട്ട്. വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആൾക്കാരായിരിക്കും. ഈ ഒരു സെക്ഷൻ പൊതുവേ ഇങ്ങനത്തെ ബാറുകളും അങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത്, ഓസോസ് എന്ന് പറഞ്ഞിട്ട്. നല്ല വൈബാണ് ഇവിടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് മീറ്റ് ചെയ്തിട്ട് വരാം. ഈ പോകുന്ന ആളും എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ കണ്ടിട്ടില്ല. കണ്ടോ, നല്ല വൈബാണ്. എൻ്റെ വ്ളോഗാണ്. ഒരു ഹായ് പറയൂ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറയൂ. ഇതാണ് എൻ്റെ ഫ്രണ്ട്. പിസ്സ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറയൂ ചെമ്പ. ഇതാണ് ചെമ്പൻ ചേട്ടൻ. ഇവരെന്നെ തളർത്തി ഗൈസ്, തളർത്തി. നല്ലൊരു വളർന്നു വരുന്ന ഒരു യൂട്യൂബറിനെ ഇവർ മുളയുടെ നിന്നുള്ള പരിപാടിയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സോട് സംസാരിക്കുക. പാവം ഞാൻ.
ബെല്ലി ഡാൻസ് കഴിഞ്ഞോന്ന് അറിയില്ല, ഇനി ഉണ്ടോ? കഴിഞ്ഞു. ഇത് ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ കറക്റ്റായിട്ട് ബെല്ലി ഡാൻസ് ഉണ്ടായത്. നന്നായി. എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഇവിടെ എൻ്റെ ഫ്രണ്ട് പിസ്സ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാം. പറഞ്ഞോളൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ആ ഡോ എടുത്തിട്ട് പിസ്സേൻ്റെ ആ ഒരു ഷേപ്പിൽ പരത്താണ്. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഷെഫാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പാർട്ടിയൊക്കെ വരുമ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ പുള്ളിക്കാരനാണ് ഉണ്ടാക്കുന്നത്. മന്തി സ്പെഷ്യലിസ്റ്റാണ്. ആൻഡ് ഓക്കെ, ഇതതിൻ്റെ ആ ഒരു മോൾഡിൽ വെച്ചു. My goodness. Give me 5 minutes. അയ്യോ, ഉണ്ടാക്കിയ സാധനം കുറച്ച് ചൂടുണ്ട് ഏരിയക്ക്. ട്യൂണ. ഓക്കെ, ട്യൂണേൻ്റെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോറി, പിസ്സയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര മിനിറ്റ് എടുക്കും ഇതിനകത്ത് ആവാൻ? 5 മിനിറ്റ് ആണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആവുക. ഓക്കെ. എന്നിട്ട് നമ്മുടെ ട്യൂണ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്താണ് ബട്ടർ ആഡ് ചെയ്തത്? ഓ, പിസ്സ എന്താ ആഡ് ചെയ്തത്? ഒലീവ് ഓയിൽ ആഡ് ചെയ്തു. സാൻഡ്വിച്ച് അല്ല പിസ്സ, എനിക്ക് മാറിപ്പോന്നു. ഇതെന്താ? കസൂരി മേത്തി, ഒറിഗാനോ. ഓക്കെ, ഒറിഗാനോ ആഡ് ചെയ്തു. ഓക്കെ, അത്യാവശ്യം ഒരു 2-3 പേർക്കൊക്കെ കഴിക്കാൻ. എത്ര പേർക്ക് കഴിക്കാൻ പറ്റും ഒരെണ്ണം വാങ്ങിച്ചാൽ? ഡിപ്പെൻസ് അപ്പോൾ ദ പേഴ്സൺ. 6 പേർക്ക് കഴിക്കാം. പിന്നെ ഭയങ്കര നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 പേർക്ക്. സോ ട്യൂണ സ്മാച്ച്നെക്കോ എന്ന് പറഞ്ഞാൽ എൻജോയ് യുവർ മീൽ എന്നാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി സോസ് എന്തൊക്കെയാണ് ഇതിനകത്ത്? ടൊമാറ്റോ, ഒറിഗാനോ, കുറച്ച് ഗാർലിക് ചേർന്നുണ്ട്, കുറച്ച് ചെറുതായിട്ട്. ഓക്കെ. മൊസറല്ല ചീസ്. എനിക്ക് മൊസറല്ല വലിയ താല്പര്യമില്ല. എനിക്ക് മറ്റേ ആ യെല്ലോ കളറുള്ള ചീസില്ലേ, അതാ ഇഷ്ടം. I know that. മൊസറല്ല പെട്ടെന്ന് കേടായി പോകും. ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നേ, പക്ഷെ അത് പെട്ടെന്ന് പങ്കുള്ള കയറി അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ വെച്ചതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. അനിയൻസ് ആഡ് ചെയ്തു. മൊസറല്ല ചീസ്, അതിൻ്റെ മുകളിൽ ഓണിയൻസ്. സോ അനിയൻസും ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പറാണ് ആഡ് ചെയ്തത്. അത് കറക്റ്റായിട്ട് അതിങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റിൽ അത് റെഡിയാകും. ഇങ്ങനെയാണ് ഞങ്ങൾ പിസ്സ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ വേറെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്, ഇവിടെ ഷവർമയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഷവർമയല്ല, അറേബ്യൻ സ്റ്റൈലിൽ ഷവർമയൊക്കെ കിട്ടും. പിന്നെ ബർഗേഴ്സ് കിട്ടും. അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഓക്കെ, സോ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വെജ് പിസ്സ ഇറ്റ്സ് റെഡി. ഓക്കെ, നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി കുറച്ച് ഒലീവ് ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഒറിഗാനോ നമ്മൾ ആഡ് ചെയ്യും. ഒലിവ് ഓയിൽ നമ്മൾ, ഇതും ഒലിവ് ഓയിൽ തന്നെയാ? ഓക്കെ 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 ഓക്കെ. സോ പിന്നെ കട്ട് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഈസിയല്ല ഉണ്ടാക്കാൻ. പിസ്സ വലിയ പണിയൊന്നുമില്ല.
പക്ഷെ എനിക്കൊന്ന് ഈ ഡോയിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആയിട്ടെങ്കിൽ കൊള്ളാം. സ്മാച്ചിനേക്കോ ഞാൻ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം എനിക്ക് ഡ്രാമ ഉണ്ട് 2 മിനിറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കയറി ഞാൻ വീട്ടിൽ പോവും, ചിലപ്പോൾ ഫുഡ് കഴിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഡ്രാമ ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് 7 to 8 മിനിറ്റ് നടത്താനുണ്ട്. ഇതാണ് നിങ്ങളുടെ സ്ലോവിയാൻസ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കിതപ്പുണ്ട്. ടോട്ടലി ഐ എം ടയർഡ്. ഇത്ര ഹെൽത്തി അല്ല ഞാനിപ്പം. നോക്കട്ടെ, ബസ്സുണ്ടോ നോക്കട്ടെ. പതിനേഴ് മിനിറ്റില്ല ബസ്. അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ബസ്സുണ്ട്, 5 മിനിറ്റ് നടക്കാനുള്ളത്. ഞാൻ ബസ്സിന് പോയിട്ട് വീടിൻ്റെ മുമ്പിൽ ഇറങ്ങിയിട്ട് നടക്കാറുണ്ട്. എന്തായാലും 13 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലം നമുക്ക് നടക്കാം. ടയർഡാണ്. റൂമിൽ ചെന്നിട്ട് ഞാനിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യില്ല. ലൈക്ക് ചെന്നിട്ട് ഞാൻ എന്തെങ്കിലും കഞ്ഞി ആക്കി വെച്ചതുണ്ട്, അത് ഞാൻ ചൂടാക്കി കുടിക്കും, പിന്നെ ഞാൻ കിടക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് പണിക്കൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ സൺഡേ ആണ്, രാവിലെ ചർച്ചിൽ പോകണം, കുറച്ച് പരിപാടികളുണ്ട്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ കാണുന്ന ബിദ്രോങ്കയിൽ നിന്നാണ് യൂഷ്വലി ഞാൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഞാനിപ്പോൾ എന്തായാലും കയറുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു പോകും. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ആ കാണുന്ന ഫ്ലാറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്ലാറ്റ്. ഇതെന്താ ലാഭമാണ്, ഇല്ലാതെ ഇതുവരെ തുറന്നു കഴിഞ്ഞിട്ടില്ല. ഇതൊരു കബാബ് ഷോപ്പാണ്, ഡോണർ കബാബ്. എനിക്ക് ഇവരുടെ കസ്റ്റമർ സർവീസും ഇവരുടെ ഒന്നും എനിക്കിഷ്ടമല്ല. ഇവരുടെ കബാബ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഇവിടെ എല്ലാവരും ഡോണർ കബാബ് നല്ലതാണെന്ന് പറയാറുണ്ട്, പക്ഷേ ഇവരുടെ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ കബാബ് ഷോപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കബാബ് സോസും നല്ലതായിരുന്നു. ഇത് തമിഴന്മാരായിരുന്നു അതിൻ്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ആൾക്കാരും നല്ല ഫുഡും നല്ല ഫുഡൊക്കെ ആയിരുന്നു അവിടുത്തെ. സോ ഇതൊക്കെ ഇവിടുത്തെ ബ്യൂട്ടി പാർലേഴ്സാണ്. ഇവിടെ മെയിനായിട്ടും നെയിൽ എക്സ്റ്റൻഷൻസും വീലാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതാണ്. എനിക്ക് ഒന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ന് വെച്ചാൽ നമ്മളൊരു വോക്കിൻ്റെ ഇതനുസരിച്ച് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള. പിന്നെ ഇവിടെ ഒരു ബർഗർ ഷോപ്പുണ്ട്, ഞാൻ ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പൈസ അത് വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഇതൊക്കെ ഓരോരോ അപ്പാർട്ട്മെൻറ്റ്സാണ്, ഇതൊക്കെ പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ്സാണ്. ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഡോമിറ്ററിയാണ്, യൂണിവേഴ്സിറ്റി ഡോമിറ്ററി. പിന്നെ ഇവിടെ ഒരു സബ്കയുണ്ട്. സബ്ക ഇവിടെ മോസ്റ്റ്ലി എല്ലായിടത്തും കാണുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അത് ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും അവൈലബിൾ ആയിരിക്കും. സൺഡേസിൽ പൊതുവെ വിദ്രോഹം തുടങ്ങിയ സൂപ്പർ മാർക്കറ്റും തുറക്കില്ല. അപ്പോൾ പിന്നെ സബ്ക്കാണ് സ്ഥലമായിരിക്കും. ഈ കാണാനാണ് ഇപ്പോൾ എൻ്റെ ഡോമ്. ഇതല്ല സോ എനിക്ക് ഡോമിലിപ്പോൾ കാരണം ഫുഡ് കഴിക്കും, കിടക്കും. ദാറ്റ്സ് ഇറ്റ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു വീക്കെൻഡ് പരിപാടികൾ. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല, അത് ഓരോരോ ഡിപ്പെൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എൻ്റെ സ്ഥലമെത്തി, എൻ്റെ ഫ്ലോറെത്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ, ഗുഡ് നൈറ്റ്.